ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിനിടയ്ക്ക് വരാം ഞാനൊരു എരിക്കും ചെപ്പ്, പിന്നെ സീമക്കൊന്നേൻ്റെ ചെപ്പ്, കപ്പച്ചപ്പ്, വെല്ലം, കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ഞാനൊരു ഒരു ഒരു വളമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇത് നല്ലൊരു അടിപൊളി മരുന്നുമാണ്. ഇത് നല്ലൊരു വളവും കൂടിയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ അണുക്കളും പോകും ഇതിനകത്തുള്ള. അതുകൊണ്ട് ഞാനിത് കലക്കിയിട്ട് ഇനി പച്ചക്കറിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനത് കാണിച്ചു തരാമല്ലോ അതിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നുള്ളത്. ഇത് നല്ല എല്ലാത്തിനും നല്ലതാണ്. ഈ പൂക്കൾ കൊല പൂത്ത് കഴിഞ്ഞാൽ കൊല കായെല്ലാം പോവുക, അടിഞ്ഞു പോവുക, അതെല്ലാം നിൽക്കും. പൂക്കളെല്ലാം അടിഞ്ഞു പോകുന്ന കായകളെല്ലാം അടിഞ്ഞു പോകുന്നതെല്ലാം നിൽക്കും. പൂവെല്ലാം നിന്ന് കിട്ടും. അല്ലെങ്കിൽ പൂക്കളെല്ലാം അടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്ന് കിട്ടും. പിന്നെ നല്ലൊരു വളമാണിത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാണകത്തിനെക്കാട്ടി നല്ല ബെസ്റ്റ് വളമാണ്. ഇപ്പം പിന്നെ അതിൻ്റെ 4 വെള്ളമാണിപ്പോൾ ഞാൻ ചേർക്കുന്നത്. 4 വെള്ളമാണിപ്പോൾ ഞാൻ ചേർക്കുന്നത്. 5 ഉണ്ടാവും. അത്രയും ഞാനത് ആക്കിയിട്ടുള്ളൂ. അതിപ്പോൾ ഇവിടെ തൽക്കാലം ഇവിടത്തേക്ക് അത്രയേ വേണ്ടു. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നിറച്ച് ഇതാക്കിയിട്ട് ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം നിറയെ അതിൽ നിറച്ച് ആക്കണം. നല്ലൊരു വളമാണ് ഇത്. കണ്ടില്ലേ, നല്ലൊരു വളമാണ് ഇത്. ഞാനിനിയിപ്പോൾ കൂട്ടട്ടെ. ഇപ്പോൾ എന്തെല്ലാം ഇതിൽ ചേർത്തേച്ചാൽ നിങ്ങളോട് ഒന്നും കൂടി പറയാം. ഒന്നാണെന്ന് വെച്ചാൽ എരിക്കും ചപ്പ്, പിന്നെ 5 ദിവസം കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞിട്ടായിട്ട് പുളി വല്ലാത്തൊരു മണമുണ്ട്, ദുർഗന്ധമുണ്ട്. വെല്ലം വെല്ലം ഇത് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞു. ഇത് അടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഇതിനൊക്കെ ഒരു ദിവസം അടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇതിപ്പം ഒഴിക്കാനാണ് തോന്നുന്നു. വെല്ലം, പിന്നെ സീമക്കൊന്നേൻ്റെ ചപ്പ്, പിന്നെ ഈ പപ്പായ ചപ്പില്ലേ കർമൂസ്, അതും കൂടിയാണ് ഇതിപ്പം ഇതുള്ളത്. ഇത് ആക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ്. ഇനി ഉഷാറായിട്ട് നല്ലോണം ഉഷാറായിട്ട് വരുകയും ചെയ്യും. നല്ല പൂവും കായലും വേഗം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം ചെയ്യുന്നത്. വളം കൊടുക്കലാണ്. നല്ലൊരു വളം കൊടുത്തെങ്കിലല്ലേ വേഗം അത് എണീറ്റ് വരുമല്ലോ. ചെറിയ തൈയല്ലേ, തൈ നന്ന മോശമായിപ്പോയി, നല്ല തൈ കിട്ടിയിട്ടില്ല. പിന്നെ അതെനിയിപ്പോൾ നമുക്കിപ്പം ഇങ്ങനെയൊന്നും ഇത് നീർത്ത് വരണ്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തത്. ഇത് മരുന്നടക്കമാണ്. ഇത് അടിയിലും വേരിനടക്കം നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചാണകം ഉണ്ടെങ്കിൽ ചാണകം ഇല്ലാതെ കൊണ്ടാണ് ഇങ്ങനത്തെ വളം ഉപയോഗിക്കുന്നത്. ഇതല്ലേ കൊടുത്താൽ ഇനി കുറച്ച് തക്കാളി തൈ പാകിയിട്ടുണ്ട്. അത് പൊടിച്ചിട്ട് ലേശം ഉഷാറായിട്ട് വേണ്ടി നടാമെന്ന് വെച്ചിട്ടാണ്. ഇതൊന്ന് നമുക്കിത് നീട്ട് വരാൻ വളരെ പണിയുണ്ട്. തൈ നല്ല ഉഷാറുള്ള തയ്യാകുന്നുണ്ടല്ലോ. നല്ല വലിയ തയ്യാണെങ്കിൽ വേഗം നന്നാവും. ചെറിയ തയ്യായിരിക്കും നല്ല മോശമായിരിക്കും, തൈ പോക്കായിരിക്കും. എന്നിട്ട് ഞാൻ നല്ല തൈ കിട്ടല്ല. എനിപ്പം നല്ല തൈ കിട്ടുന്നില്ല. തൈ മേടിക്കാൻ ഞാനിങ്ങനെ വളമെല്ലാം പൊട്ടു കൊടുക്കും. ഈ ചാണകത്തിന് തുല്യമാണ്. ഇതിപ്പം വേഗം ഒരു ലേശം ചാണകവും കൂടി കലക്കി, ചാണകവും പുണ്ണാക്കും കൂടി കലക്കി ഒഴിച്ച് കൊടുക്കുക. ലേശം കൂടി വളരട്ടെ വെച്ചിട്ടാണ് അത് ഒഴിക്കാണ്ട് വെക്കുന്നത്. ഇതിപ്പം അതില്ലേ, നമുക്കിതെല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ. നമ്മൾ പിന്നെ മറ്റുള്ളവരെ കാത്തു വെക്കാതെ എല്ലാ കാര്യവും നമ്മൾ ചെയ്യാം. പെണ്ണുങ്ങൾക്കും എല്ലാ കാര്യവും നടത്താൻ കഴിയും. ഞാനിപ്പം പെണ്ണുങ്ങളല്ലേ, ഞാനല്ല എല്ലാ കാര്യവും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ആണുങ്ങളൊന്നല്ല. അതേപോലെ നിങ്ങളും വീട്ടമ്മമാരായാലും ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നോക്കുക. അവിടെ ഒരു 2 മുളക് തൈയുണ്ട്, അതും കൂടി ഞാൻ അതിന് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പീടിയില്ലേ, ഒരു ലേശം മുളക് നട്ടിട്ടുണ്ട്, അതിനും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. ഇല്ല ഇവിടില്ലേ, കാണുന്നില്ലേ?
പച്ചക്കറിയുടെ തൈകൾ ചെറുപ്പത്തിൽ അത് വളർന്നു കിട്ടാൻ വേണ്ടി നമുക്ക് ഭയങ്കര പാടാണ്. പൊടിച്ച് നമ്മൾ കുറച്ചൊരു ഉയർച്ചയിൽ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്ത് ലേശമുണ്ട് അതിന് നടല്ലേ ഉണ്ടല്ലേ. ഇതാ ഇത് ഈ ഉള്ളിക്ക് പിന്നെ ഉരുളക്കിഴങ്ങിന് ഇതൊരു മത്തനുണ്ട് ഉണ്ടല്ലേ, 2 മത്തനുണ്ട്. ഈ ഉള്ളിക്കല് കുറേശ്ശെ വെച്ച് കൊടുക്കും. ഏകദേശം വേഗം പാഞ്ഞോളൂ. അതില്ലേ ഇനിയിപ്പോൾ ഞാൻ ഇതും കൂടെ ഒഴിക്കാനുള്ളൂ, ഇനി ആക്കണത്രേ. അതുകൊണ്ട് ഇത് ഞാൻ ഈ കുറുക്കൊക്കെ കൂടി ഒഴിക്കട്ടെ. മഞ്ഞളിന് വേണ്ട, മഞ്ഞൾ വേണ്ട വളം ഇട്ട് കൊടുക്കും. ഈ കുറുക്കൊക്കെ കൂടി കുറച്ച് ഒഴിച്ച് വെക്കും. ആ കുറുക്കൊക്കെ മരുന്നടിച്ചതിന് ശേഷമാണ് ആ കുറുക്കേൻ്റെ ചപ്പെല്ലാം കായ ആവാണ്ട് നല്ല ഉഷാറായിട്ട് വന്നത്. നോക്കണം, അത് നല്ലൊരു ഇതായിട്ട് വന്നു. ഇതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്താൽ നല്ലോണം ഉഷാറായിക്കോളും. അതല്ലേ നല്ലോണം വളർന്ന് ഉഷാറായിപ്പോയി കേട്ടാ. ഉണ്ടല്ലേ, ഇതാ നല്ല ഉഷാറായിപ്പോയി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ ഉള്ളി കണ്ടില്ലേ, ഇതാ കൃഷി കണ്ടില്ലേ, കൃഷി കണ്ടേ, ഇതാ ഇത് കണ്ടില്ലേ, ഇതാ ഇത് കണ്ടില്ലേ, ഇതാ ഉണ്ടോ. അല്ല ഇതെല്ലാം ചപ്പ് പോയിട്ട് ഇതെല്ലാം തിരി പൊട്ടി വരുന്നുണ്ട് ഇപ്പം കണ്ടാ. ഇതെല്ലാം ചപ്പ് തേച്ച് തിന്നിട്ട് ഇതാണ്ട് ഇതേപോലെ തിന്നു കഴിഞ്ഞ് ഇപ്പം നോക്കിയാൽ നല്ല ഫ്രഷായിട്ടുള്ള ഇല വന്നിട്ടുണ്ട് ആ മരുന്നടിച്ചതിന് ശേഷം. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് മഞ്ഞളാണ്. നല്ല ഉഷാറിൽ ആയിട്ടുണ്ട്, നല്ലോണം ഉഷാറായിട്ടുണ്ട്. ഇപ്പം നട്ടതാണ്, അത്ര ആയില്ല നട്ടിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ നട്ടതാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഇത് ഞാനിപ്പോൾ നട്ടതാണ്. ഉണ്ടാ ഇത് കണ്ടില്ലേ, ഇത് ഉരുളക്കിഴങ്ങ്. ഉള്ളി കണ്ടോ, അതാ ഉള്ളി ഞാൻ ഈ രാത്രി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞു പോയ പോലെയുണ്ട്, വെയിലിൽ വെച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഉള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു അധ്വാനം കൊണ്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ, വേറെ ആരുമില്ല, ഒന്നിനും ഒരാളും ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ എല്ലാം ഞാൻ തന്നെ ഒറ്റക്കന്നെ ചെയ്തിട്ട് ആക്കി വെക്കുന്നതാണ്. നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഞാൻ നാളെ വേറെ വീഡിയോ ആയിട്ട്, ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നാളെ വേറെ വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം. നിങ്ങളെല്ലാവരും കാണണം, കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്നില്ലൂ. എന്തിനാ പിന്നെ ഇങ്ങനെ കാണാണ്ടെന്നാലും ഞാൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റും തരണം, ഹൈപ്പും കൂടി നിങ്ങൾ അടിക്കണം. അതാണ് എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി.